അസ്സലാമലൈക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രെയർ സെറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പ്രെയർ സെറ്റ് ഹാമ്പർ ചെയ്തു കൊടുക്കുന്ന ഒരാളല്ല. ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിന്റെ മോക്ക് 7th ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ മുസല്ല ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ക്ലോത്ത് സാധാരണ വെൽവെറ്റ് ക്ലോത്ത് ആണ്. സാധാരണ വെൽവെറ്റ് ക്ലോത്തിന് മുസല്ലയുടെ അത്ര കട്ടി കിട്ടണമെന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ അടിയിൽ വെക്കാനായിട്ട് ഒരു ലൈനിങ് കൂടെ എടുത്തിട്ടുണ്ട്. സ്ലിപ്പറി അല്ലാത്തൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാനിവിടെ ലൈനിങ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുസല്ലയുടെ രണ്ടറ്റത്തും പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈസും കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് മുസല്ലയുടെ തിക്നെസ്സിലുള്ള ക്ലോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ കാർപ്പറ്റിന്റെ ഷോപ്പിലും അല്ലെങ്കിൽ ഈ സോഫയൊക്കെ ചെയ്യുന്ന ആ ഷോപ്പിലും അന്വേഷിക്കേണ്ടി വരും. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ബൾക്കായിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ, എന്നാൽ റേറ്റും കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുസല്ലയ്ക്കായിട്ട് ഞാൻ വെൽവെറ്റ് ക്ലോത്ത് ആണ് ചൂസ് ചെയ്തത്. പിന്നെ നിസ്കാര കുപ്പായത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് അറിയാത്തത് കൊണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ കയ്യിൽ ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യാനാണ് കൊടുത്തത്. നിങ്ങൾക്ക് തനിയെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിന്റെ ക്യാഷ് കൂടി നിങ്ങൾക്ക് ലാഭിക്കാം. പിന്നെ തസ്ബീലും ഖുറാനിലും വെക്കാനായിട്ട് ഇതുപോലെ 2 സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് അധികം മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റിന് ആവശ്യമായ മെറ്റീരിയൽസ് എത്രയാണെന്നുള്ളത് ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഖുറാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാൻ വെൽവെറ്റ് ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഖുറാനും ചട്ടയും തമ്മിൽ ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കണം. നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്, അല്ലെങ്കിൽ അത് കീറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഖുറാൻ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധി ഉണ്ടോന്നും ഒന്നും എടുത്തോന്നും നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തണേ, മറന്നു പോകാൻ പാടില്ലേ. ഇനി ഖുറാന്റെ ചട്ടയുടെ അളവിന് ആ വെൽവെറ്റ് ക്ലോത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ക്ലോത്തിനകത്ത് ഇതുപോലെ ചട്ട വെച്ചു കൊടുത്തിട്ട് സാധാരണ നമ്മൾ ബുക്കിനൊക്കെ ബൈൻഡ് ഇടില്ലേ, അതുപോലെ തന്നെ ഒന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കണം. അത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് തുണി ആയതുകൊണ്ടിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തോണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ട് നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോളും ഇതിനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഓരോ ഭാഗവും ഒട്ടിക്കുമ്പോഴും നമ്മൾ കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. പക്ഷേ ഗ്ലൂഗൺ എടുത്താൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതി, അപ്പം തന്നെ ഒട്ടിക്കിട്ടും. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത പോലെ 4 കോർണറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ 4 സൈഡും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നടുവിലായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വേർപെടുത്തി എടുത്ത ആ ഖുറാനും കൂടി ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ചു നേരം ഒന്ന് അടച്ചു പിടിച്ചാൽ നല്ല രീതിയിൽ അതങ്ങ് ഒട്ടിക്കിട്ടിക്കോളും. ഇനി അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത ആ 2 പേജും ഇതുപോലെ ചട്ടയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവിക്കോൾ തന്നെയാണ് ബെസ്റ്റ്. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തത്. പക്ഷെ അത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് പിന്നീട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഖുറാന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ആക്രിലിക് കട്ട്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ കട്ട്സ് നമുക്ക് സാധാരണ പ്രിന്റിംഗ് ഷോപ്പിൽ പോയാൽ കിട്ടില്ല. പകരം നമ്മൾ ലേസർ പ്രിന്റിംഗ് ഉള്ള ഷോപ്പിൽ പോയാലേ കിട്ടുള്ളൂ. പലർക്കും ഈ ലേസർ പ്രിന്റിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ജേഴ്സിയും വലിയ പോസ്റ്റേഴ്സും ട്രോഫിയൊക്കെ നമുക്ക് കിട്ടില്ലേ, ആ ഒരു ഷോപ്പിൽ ചെന്നാലാണ് ഈ ഒരു ആക്രിലിക് കട്ടിങ്സ് കിട്ടുന്നത്. എനിക്കിതിന്റെ അളവ് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടിട്ട് ഞാൻ ഈ ഖുറാന് കൊണ്ടുപോയി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വേണമെങ്കിൽ പിൻട്രസ്റ്റിനകത്ത് സെർച്ച് ചെയ്താൽ മതി. ഇനി അതറിയില്ലെങ്കിൽ ഷോപ്പാരോട് തന്നെ പറഞ്ഞാൽ മതി, അവർ ഡിസൈൻസ് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി ഈ കട്ടൗട്ടിന്റെ മുകളിലും താഴെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. താഴത്തെ സ്റ്റിക്കർ മാറ്റിയാൽ അത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. മുകളിലത്തത് മാറ്റിയാൽ കുറച്ചുകൂടെ ഗ്ലേസിങ് കിട്ടും. ഇനി ഈ എല്ലാ ഖുറാനിലും ഇതുപോലൊരു റിബൺ കാണില്ലേ, ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവിടെയായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സാധനം ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഖുറാൻ കവറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രെയർ മാറ്റും പ്രെയർ ഡ്രസ്സും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രെയർ മാറ്റ് വരുന്നത്. അടിയിൽ ഞാനിങ്ങനെ ലൈനിങ് വെക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവർ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെക്കാതെ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ നമുക്ക് വർക്ക് തരുമ്പോൾ നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്തു കൊടുക്കണം. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ അവിടെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു പ്രെയർ സെറ്റിനകത്ത് മുസല്ലയും നിസ്കാരക്കുപ്പായും ഖുറാനും തസ്ബീയും മാത്രമല്ലാണ്ട് ഇതുപോലെ ഒരു നിസ്കാരക്രമം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വലിയവരുടേതല്ല, കുഞ്ഞു മക്കൾക്കുള്ള ഒരു നിസ്കാരക്രമമാണ്. ഇതിൽ ഈമാൻ കാര്യങ്ങള്, ഇസ്ലാം കാര്യങ്ങള്, നിസ്കാരത്തിൽ ഓതേണ്ട കാര്യങ്ങള്, നിസ്കാരത്തിന്റെ ഫർളുകള്, ഷർത്തുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു തസ്ബീയും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രെയർ സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഹാമ്പർ ബോക്സും ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.